ഹരി ഓം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വന്ദിച്ചിടുന്നീൻ പ്രതിപാദ്യ ദേവതകളെ, എന്നുര ചെയ്തു സൂതൻ പിന്നെയും പുരാണങ്ങൾ ഗ്രന്ഥസംഖ്യകൾ ചൊൽവാൻ സംഖ്യയില്ലെന്നാകിലും അന്ധത്വം തീർന്നു ബുദ്ധി തെളിവാൻ മഹാമുനി. ബ്രഹ്മമാം പുരാണത്തിൽ 10,000 ഗ്രന്ഥസംഖ്യയെ ചേർത്തു ചൊല്ലിനേനറിഞ്ഞാലും പാത്മത്തിൽ 55,000 ശ്രീ വൈഷ്ണവം കൽപ്പിതം 23 അതിസഹസ്രവും 24,000 അത്രേ ശൈവം. പിന്നെ പരിചോടൻപത്തോരായിരവും 100 സ്കന്ധം ഗ്രന്ഥമുണ്ടു 18,000 ഭാഗവതം സ്കന്ധവും 12 ചൊല്ലിനാൻ വേദവ്യാസൻ. 25,000 നാരദീയം ധരിക്ക മാർക്കണ്ഡേയം 9,000 വാരാഹമതിൽ 24,000 കരുതുവാമനവും 10,000 പിന്നെ 17,000 കൗർമ്മമെന്നറിയണം 14,000 മത്സ്യഗ്രന്ഥം. ഗാരുഡം 19,000 പിന്നെ കേൾക്ക നേരോടു ബ്രഹ്മാണ്ടവും 12,000 ലൈംഗവും 11 സഹസ്രമറിയണം ആഗ്നേയം 15 സഹസ്രം ചതുശതം ഭവിക്ഷം 14,500 ശ്രവിക്ക ബ്രഹ്മവൈവർത്തം 18,000. ഇത്തരം 4,00,000 കൂടി ഉത്തമ പുരാണങ്ങൾ 18 ഗ്രന്ഥം. പങ്കജോദ്ഭവൻ തനിക്കായിക്കൊണ്ടു നാരായണൻ സങ്കടം തീർന്നു മോക്ഷം വരുവാൻ ഭാഗവതം ഉപദേശിച്ചാനെന്നറിഞ്ഞു കൊള്ളുകയെന്നും. ഏവമെല്ലാമീ ചൊന്നീൻ 12 മുനിമാരെ. അധ്യായം പ്രഥമത്തിൽ 18 പോൽ 10 ദ്വിതീയത്തിൽ 33 ചതുർത്ഥത്തിങ്കൽ 26 പഞ്ചമത്തിൽ 19 ഷഷ്ടത്തിങ്കൽ സപ്തമം തന്നിൽ 15 അധ്യായവും 24 അഷ്ടമസ്കന്ധം തന്നിൽ 24 നവമസ്കന്ധം തന്നിൽ ദശമം 90 പക്ഷം. വിശദമീകാദശം 33 ദ്വാദശം 13 വേദിക്ക 332 കൂടി അധ്യായമുണ്ടെന്നതു പറയും ഒരു പക്ഷം. അധ്യായം 341 ചിലർ അധ്യായക്രമം കൊണ്ടിട്ടെന്തിനു വിസ്തരിപ്പു. സിദ്ധമായി വന്നിടേണം ഭക്തിമുക്തിയുമെന്നു നിശ്ചയിച്ചിരിക്കുന്ന ഭാഗവതാർത്ഥമതിൽ നിശ്ചയിക്കണമതിൻ ഫലത്തെ സാരനെന്നാൽ. ഏവമെല്ലാമേ ചൊല്ലും ശ്രീമഹാഭാഗവതം കേവലം മുക്തി സിദ്ധിച്ചിടുവാനെന്നീ അർത്ഥം. മോക്ഷത്തിനേറ്റം പ്രധാനമതാം ഭാഗവതം സാക്ഷാലീവണ്ണം 12 താൻ ചൊല്ലപ്പെട്ടു. ഏവമെല്ലാമേ പ്രഥമാദി 12 സേവിപ്പാൻ 10 വിധ ലക്ഷണത്തോടു ചൊന്നേൻ. 1-2 ആത്മമായയാൽ 1-2 തോന്നിച്ചു 2 കണ്ടതൊന്നെന്നും തോന്നിച്ചേകം തോന്നിയിടുന്നതു 2
ഭ്രമിച്ചു പൂർവസ്മൃതി തന്നാലായതുകൊണ്ടിട്ടൊന്നു രണ്ടെല്ലാം ഭ്രമം. ബ്രഹ്മചിന്തനം മായാചിന്തനം രണ്ടും മായ. ബ്രഹ്മം ലക്ഷണശൂന്യമചിന്യം നിർവികാരം. എന്നിരിക്കയാൽ ദ്വൈതാദ്വൈത ചിന്തനമെന്റെ എന്നിരിക്കുന്ന നില ബന്ധമോക്ഷങ്ങളറ്റതെന്നതും സംസാരാദിഭ്രമങ്ങളറ്റപദം. ഇതിനെ സാധിപ്പാനായി സകല കഥകളും ഇതിനു ഭാഗവതം ഭക്തിയും മുഖ്യം മുനെ. ഇക്കഥ കേൾക്കുന്നോർക്കും കേൾപ്പിക്കും ജനത്തിനും മുക്തിയും വരും മറ്റു വേണ്ടതൊക്കെയും സിദ്ധം. ആകയാൽ ഭാഗവതം ചിന്തിച്ചു മനസ്സിങ്കൽ ഏകദേശമായി തന്നെ തോന്നിയിടും ജനങ്ങൾക്കു വന്നിടും ഫലമിന്ന വണ്ണമെന്നതു വേറെ. ഇന്നു ഞാൻ പറയുന്നതെന്തിനു മുനിമാരെ, മന്നിടത്തിങ്കൽ ജന്മം ചെയ്തതിൻ ഫലമെല്ലാം വന്നു സംഭവിക്കുമെന്നുള്ളതേ പറയേണ്ടു. ആകയാൽ ഭക്തന്മാരായുള്ളവർ ശീലിക്കുന്ന ലോകനായകൻ കഥാ സല്ലാപാൽ വസിക്ക നാം. ഏവമെല്ലാമേ ചൊല്ലി മാമുനിമാർക്കു സൂതൻ കേവലം ഗുരുപാദം വാഴ്ത്തി വന്ദിച്ചുകൊണ്ടു മാമുനിമാരുമായി മോദമോടിരുന്നിതു. മാമുനിമാരാൽ അനുഗ്രഹീതനായ സൂതൻ ഇച്ചൊന്ന കഥകളിലുള്ള കുറ്റങ്ങളെല്ലാം സച്ചിദാത്മാക്കൾ തെളിഞ്ഞിരിക്കും സജ്ജനങ്ങൾ ഒക്കെയും ക്ഷമിക്കയും ചെയ്തെനിക്കനുഗ്രഹം. ഭക്തി വ്യക്തികളില്ലെന്നാകിലും ചെയ്തിടണം. കരുണാത്മാക്കളായ മഹത്താം ജനത്തിനും കരുണാത്മകനായ മദ്ഗുരുവരനായും കരുണാവാരിരാശിയാകിയ ഭഗവാനും ധരണീസുരന്മാർക്കും സർവർക്കും വണങ്ങുന്നേൻ. സർവത്ര പരിപൂർണമാകിയ പരബ്രഹ്മം സർവദാ മമ ഹൃദി തെളിഞ്ഞു വിളങ്ങുവാൻ. സർവാത്മാവായി സർവസാക്ഷിയും താനായി നിൽക്കും നിർവാണ പദത്തിനായി കൊണ്ടിതാ വണങ്ങുന്നേൻ. സർവത്ര പരിപൂർണമാകിയ പരബ്രഹ്മം സർവദാ മമ ഹൃദി തെളിഞ്ഞു വിളങ്ങുവാൻ. സർവാത്മാവായി സർവസാക്ഷിയും താനായി നിൽക്കും നിർവാണ പദത്തിനായി കൊണ്ടിതാ വണങ്ങുന്നേൻ. ഭഗവാൻ തൻ്റെ പുത്രനാകിയ ബ്രഹ്മാവിനായി ഭാഗവതത്തെ ഉപദേശിച്ച ഹേതുക്കളും ദേവതാസ്തുതികളുമൊക്കെയും മുമ്പേ തന്നെ കേവലം ചൊല്ലിപ്പിന്നെ ചൊല്ലിനേൻ. ശേഷമെല്ലാം മേലേടമുള്ള കഥ ചിന്തിച്ചാൽ അവർണ്യമാം കാലവൈഭവം മായയെന്നോർത്തു വാഴ്ക സുഖം. ഏവമെല്ലാമേ ചൊല്ലി വണങ്ങി കിളിമകൾ കൈവല്യാനന്ദത്തോടെ വസിച്ചിതക്കാലമേ. ശ്രീ മഹാഭാഗവതം 12 സ്കന്ധം സമാപ്തം. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. 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 ഹരി ഓം തത്സത്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമഃ. ശ്രീഹരയേ നമഃ. ശ്രീഹര